നമ്മൾ ഇതുവരെ 3 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. എന്തൊക്കെയാണത്? ആദ്യം H=VIT, രണ്ടാമത് H=I²RT, മൂന്നാമത് H=V²T/R. ഇനി ഓരോ ഇക്വേഷൻ ഉപയോഗിച്ച് ഓരോ പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം. 230 വോൾട്ട് സപ്ലൈയുമായി ഒരു താപന ഉപകരണം ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലൂടെ 0.5 ആംപിയർ കറന്റ് പ്രവഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സർക്യൂട്ടിൽ 5 മിനിറ്റ് വൈദ്യുതി ഒഴുകിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ അളവ് എത്ര? അതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? H എത്രയാണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽസ് എടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഗിവൺ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? കറണ്ട് I is equal to 0.5 ആംപിയർ, വൈദ്യുതി ഒഴുകുന്ന സമയം T is equal to 5 മിനിറ്റ്, പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് R is equal to 460 ഓം. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹീറ്റ് ജനറേറ്റഡ് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വൈദ്യുതിയുടെ അളവ്, അല്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്? I, R, T. ഇനി ഈ 3 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഏത് ഇക്വേഷനാണ് നമുക്കറിയുക? H is equal to I²RT. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് എന്തെങ്കിലും യൂണിറ്റ് കൺവേർഷന്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കുകയാണ്. തീർച്ചയായും ഇതിനൊരു യൂണിറ്റ് കൺവേർഷൻ ഉണ്ട്. എന്താണത്? ഈ H is equal to I²RT എന്ന് പറയുന്ന ഇക്വേഷനിൽ T സെക്കൻഡ്സിലാണ് വരേണ്ടത്. നമുക്കിവിടെ ടൈം തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. അപ്പോൾ 1 മിനിറ്റ് is equal to 60 സെക്കൻഡ്സ്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ്സ് is equal to 300 സെക്കൻഡ്സ്. ഇനി കാൽക്കുലേഷൻ ആണ്. ഇനി കാൽക്കുലേഷൻ വളരെ ഈസിയാണ്. ഈ വാല്യൂ എല്ലാം ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. H is equal to I²RT, അതായത് 0.5² into 460 into 300, അതായത് H is equal to 34,500 ജൂൾ, അതായത് 34,500 ജൂൾ. ഹീറ്റ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുക ഈ ഇക്വേഷനിൽ ജൂൾ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയല്ലോ. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. 2 ഹീറ്ററുകൾ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവ് താരതമ്യം ചെയ്യാനാണ് ഈ ടേബിൾ തന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഗിവൺ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് എടുത്തെഴുതാം. 2 ഹീറ്റർ പ്രവർത്തിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. ഹീറ്റർ എയുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം R is equal to 1150 ഓം. അതുപോലെ തന്നെ ഹീറ്റർ ബിയുടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം R is equal to 460 ഓം. 2 ഹീറ്ററിന്റെയും പ്രവർത്തന സമയം T is equal to 5 മിനിറ്റ്സ് ആണ്. ഇതൊക്കെയാണ് ഗിവൺ ഡീറ്റെയിൽസ്. ഇനി ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണെന്ന് നോക്കാം. നമുക്ക് ആകെ മൊത്തം 3 ഫോർമുല അറിയാം, അല്ലേ? അതിൽ ഏത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്? അതറിയണമെങ്കിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഇവർ തന്നിരിക്കുന്നത്? V, R, T. ഈ 3 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? H is equal to V²T/R. ഇതിൽ യൂണിറ്റ് കൺവേർഷൻ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം T നമുക്ക് വേണ്ടത് സെക്കൻഡ്സിലാണ്. ഇവിടെ T തന്നിരിക്കുന്നത് മിനിറ്റിലാണ്. ആസ് യൂഷ്വൽ 1 മിനിറ്റ് is equal to 60 സെക്കൻഡ്സ്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ്സ് is equal to 300 സെക്കൻഡ്സ്. അപ്പം ഇനി നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം, അല്ലേ? ഹീറ്റർ എ H is equal to V²T/R, അതായത് 230² into 300 സെക്കൻഡ്സ് ഡിവൈഡഡ് ബൈ 1150. അപ്പം നമുക്ക് എന്ത് കിട്ടും? 13,800, അല്ലേ? 13,800 ജൂൾ, 13,800 ജൂൾ ആണ് ഹീറ്റ് എയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം അല്ലെങ്കിൽ ഹീറ്റിന്റെ അളവ്. ഇനി രണ്ടാമത് ഹീറ്റർ ബി H is equal to V²T/R, അതായത് 230² into 300 divided by 460, which is equal to 34,500 joules, അതായത് 34,500 ജൂൾ. ഇനി ഇതിന്റെ ഈ ടേബിളിന്റെ താഴെ ടെക്സ്റ്റ് ബുക്കിൽ 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പൊ 3 ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം. ഞാൻ ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ കോൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ആ 3 ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതെന്താന്ന് നോക്കാം, അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്തുകൊണ്ടാണ് പ്രതിരോധം കുറഞ്ഞ ഹീറ്ററിൽ കൂടുതൽ ചൂടായത്, അല്ലേ? അതിന്റെ വളരെ സിമ്പിളായ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റർ ബിയുടെ റെസിസ്റ്റൻസ് 460 ഓം ആണ്. ഹീറ്റർ എയുടേത് 1150 ഓം ആണ്. അപ്പൊ ഹീറ്റർ ബിയുടെ റെസിസ്റ്റൻസ് ഹീറ്റർ എയുടെ റെസിസ്റ്റൻസിനേക്കാൾ കുറവാണ്. എന്നാൽ ഹീറ്റർ ബിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എന്ന് പറയുന്നത് 34,500 ജൂൾസ് ആണ്. അതുപോലെ ഹീറ്റർ എയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എന്ന് പറയുന്നത് 13,800 ആണ്. അതായത് ഹീറ്റർ ബിയിൽ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.
ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഓംസ് ലോ മാത്രം മതി. ഓംസ് ലോ എന്താണ്? I is equal to V/R. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. R കുറയും തോറും, അതായത് റെസിസ്റ്റൻസ് കുറയും തോറും വൈദ്യുത പ്രവാഹം I കൂടും. എന്താണ് ജൂൾസ് ലോ? H is equal to I²RT. I കൂടുന്തോറും ഹീറ്റ് കൂടും. ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? H is equal to V²T/R. അപ്പോൾ R കുറയും തോറും H കൂടും, അതായത് റെസിസ്റ്റൻസ് കുറയും തോറും ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വിൽ ബി ഇൻക്രീസിങ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഹീറ്റർ എയിലും ബിയിലും ഉള്ള കറന്റ് I കണ്ടെത്തി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപവുമായി താരതമ്യം ചെയ്യുക. ഇത് ഞാനിപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ്, എന്നാലും നമുക്ക് ഒരു കാൽക്കുലേഷനും കൂടെ ചെയ്ത് നോക്കാം. ആദ്യം ഹീറ്റർ എയിൽ ഒഴുകുന്ന കറന്റിന്റെ അളവ് എത്രയാണെന്ന് നോക്കാം. IA is equal to V/R, അതായത് 230 volt by 1150 ohm. IA is equal to 0.2 ampere. ഹീറ്റ് ബിയിൽ ഒഴുകുന്ന കറന്റ് എത്രയായിരിക്കും? IB is equal to V/R, അതായത് 230 by 460. ദാറ്റ് മീൻസ് IB is equal to 0.5 ആംപിയർ. നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? ഹീറ്റർ ബിയിലുള്ള കറണ്ടിന്റെ അളവ് ഹീറ്റർ എയിലുള്ളതിനേക്കാൾ കൂടുതലാണ്. IB ഈസ് മോർ ദാൻ IA. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ I കൂടുമ്പോൾ H കൂടും. കാരണം നമ്മൾ ജൂൾസ് ലോ പഠിച്ചിട്ടുണ്ട്, H is equal to I²RT. അതുകൊണ്ടാണ് ഹീറ്റർ ബിയിൽ കൂടുതൽ താപോർജ്ജം പുറപ്പെടുവിക്കുന്നത്. കാരണം ഹീറ്റർ ബിയിൽ ഐയുടെ അളവ് കൂടുതലാണ്. മൂന്നാമത്തെ ചോദ്യം, പ്രതിരോധങ്ങൾ ഒരു സർക്യൂട്ടിലെ കറന്റിന് മാറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇത് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഓംസ് ലോ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. I is equal to V/R. R കൂടുമ്പോൾ, റെസിസ്റ്റൻസ് കൂടുമ്പോൾ I കുറയും. അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറന്റ് ഫ്ലോ കുറയും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറന്റ് ഫ്ലോ കൂടും.